ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ശക്തമായ സൂചന നൽകുന്ന ഒന്നായി മാറി. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗം വെറും ഒരു ഔദ്യോഗിക പ്രസംഗമായിരുന്നില്ല, മറിച്ച് പാശ്ചാത്യ മേധാവിത്വമുള്ള ഒരു ലോകക്രമത്തിൽ നിന്ന് ബഹുദ്രുവ ലോകക്രമത്തിലേക്കുള്ള മാറ്റത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നയതന്ത്ര പ്രസ്താവനയായിരുന്നു. യുക്രൈൻ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും അമേരിക്കയെ പേരെടുത്ത് പറയാതെ വിമർശിച്ചതും ഇന്ത്യയും ചൈനയും പ്രകീർത്തിച്ചതും ലോകശ്രദ്ധ ആകർഷിച്ചു. യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും മറ്റ് പങ്കാളികളും നടത്തുന്ന ശ്രമങ്ങളെയും പുടിൻ വളരെയധികം വിലമതിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്തു. ഇത് റഷ്യയുടെ നിലവിലെ നയതന്ത്രപരമായ മുൻഗണനകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ ശക്തികളിലേക്ക് മാറി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതേസമയം സമാധാന ദൂതൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ശ്രമിച്ച അമേരിക്കയെ പുടിൻ നിശബ്ദമായി വിമർശിച്ചു. അമേരിക്കയുടെ പേരെടുത്ത് പറയാതെ ചില പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വഷളാക്കിയതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആഗോളതലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര പരാജയം തുറന്നു കാണിക്കുന്നതായിരുന്നു. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ ബലികഴിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന പുടിന്റെ വാക്കുകൾ യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു. ഈ നീക്കങ്ങളാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മൂല കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോക സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ അവകാശമെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായ നീക്കങ്ങളും ശ്രമങ്ങളും വെറുതെയായി എന്നും പുടിൻ പറയാതെ പറഞ്ഞു. പഴയ യൂറോസെൻട്രിക് യൂറോ അറ്റ്ലാന്റിക് മോഡലുകൾക്ക് പകരം ഒരു പുതിയ യുറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിനും എസ്ഇഒയ്ക്കുള്ളിലെ സംഭാഷണങ്ങൾ അടിത്തറയിടാൻ സഹായിക്കുന്നുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. എസ്ഇഒയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നേതൃത്വത്തിലുള്ള നിലവിലെ ലോകക്രമത്തിനെതിരെ റഷ്യ ഒരു പുതിയ സഖ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്.